Hi my dear children, how are you? Are you fine there? കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് എടുത്ത സ്റ്റോറീസ് ഒക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? ന്യൂ വേർഡ്സ് ഒക്കെ എല്ലാവരും എഴുതി പഠിച്ചോ? ടുഡേ ഐ എം ഇൻ ഫ്രണ്ട് ഓഫ് യു വിത്ത് എ ന്യൂ സ്റ്റോറി. എല്ലാവരും അത് ഏത് സ്റ്റോറിയാണെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ? Do you like to play with kites? Do you know how to make kites? Don't worry, I will teach you. Okay? So now let's start the story. It is the story of a kite maker. His name was Gopal. And he usually make beautiful kites, and the children of that village love his kites. And now the children were very happy. Do you know why? Because the kite festival is coming, so they could fly beautiful kites. And so they need to fly the kites made by Gopal, because he can make kites beautifully. അപ്പോ ഗോപാൽ എന്ന പേരുള്ള ഒരു കൈറ്റ് മേക്കർ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു. അയാൾ ഉണ്ടാക്കുന്ന കൈറ്റ്സ് ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. വൈ? ഇറ്റ് വാസ് സോ അട്രാക്റ്റീവ്. നല്ല ഭംഗിയുള്ള കൈറ്റ്സ് ആണ് അയാൾ ഉണ്ടാക്കാറുണ്ടായിരുന്നത്. ഇനി കൈറ്റ് ഫെസ്റ്റിവൽ വരാൻ പോവാണ്. അപ്പോ നല്ല ഭംഗിയുള്ള കൈറ്റ്സ് ഗോപാൽ ഉണ്ടാക്കി തരും. അതൊക്കെ പറത്തി കളിക്കാനുള്ള സന്തോഷത്തിലായിരുന്നു ആ ഗ്രാമത്തിലുള്ള കുട്ടികളൊക്കെ. And one day they decided to go to Gopal's house. അങ്ങനെ കുറെ ദിവസം ഗോപാലിനെ കാണാതിരുന്നപ്പോ ഈ കുട്ടികൾ എന്ത് വിചാരിച്ചു? ഗോപാലിന്റെ വീട്ടിലൊന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചു. At that time they became very sad. Why? Gopal is lying on the bed because he was ill. അയാള് സുഖമില്ലാതെ കിടക്കുന്നതാണ് ഇവര് കണ്ടത്. Then they brought fruits and nuts to Gopal. അങ്ങനെ ഇവര് കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ വാങ്ങിയിട്ട് ഗോപാലിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോയി. And they also remind him that tomorrow is our kite festival. നാളെയാണ് നമ്മുടെ കൈറ്റ് ഫെസ്റ്റിവൽ വരാനിരിക്കുന്നത്. We need your kites. നിങ്ങൾ ഉണ്ടാക്കുന്ന കൈറ്റ്സ് കൊണ്ട് കളിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. So you should make beautiful kites for us. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് നല്ല ഭംഗിയുള്ള കൈറ്റ്സ് ഉണ്ടാക്കി തരണമെന്ന് ഈ കുട്ടികൾ ഗോപാലിനോട് ആവശ്യപ്പെട്ടു. But Gopal can't do anything. ഗോപാലിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. വൈ? അയാള് സുഖമില്ലാത്ത അവസ്ഥയിൽ കിടപ്പിലായിരുന്നു. Then children became very sad. ഇത് കണ്ടപ്പോ കുട്ടികൾക്ക് ഭയങ്കര വിഷമായി. They thought, can they celebrate this festival without kites? ഈ കൈറ്റ് ഫെസ്റ്റിവൽ കൈറ്റ് ഒന്നും പറത്താൻ പറ്റാതെ സെലിബ്രേറ്റ് ചെയ്യേണ്ടി വരുമോ എന്നുള്ള പേടി ആർക്കുണ്ടായിരുന്നു? ഈ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. Then they saw everything is there for making kites. Everything is ready there. The materials are ready, but Gopal is ill. അപ്പൊ കൈറ്റ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും അവിടെ റെഡിയാണ്.
പക്ഷെ എന്താണ് ഒരു പ്രശ്നം? ഗോപാൽ വാസ് ഇൽ. കൈറ്റ് ഉണ്ടാക്കുന്ന കൈറ്റ് മേക്കർ സുഖമില്ലാതെ കിടക്കാണ് എന്നുള്ളൊരു പ്രശ്നമാണ് ഉണ്ടായിരുന്നത്. They thought what they can do. അങ്ങനെ ഇരിക്കുമ്പോ അവര് ചിന്തിച്ചു, ഇനിയിപ്പോ എന്തായാലും കൈറ്റ് ഫെസ്റ്റിവലിന് നല്ല ഭംഗിയുള്ള പട്ടങ്ങൾ പറത്തിയേ പറ്റൂ. അതിനുവേണ്ടി അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റാന്ന് അവരാലോചിച്ചു. They got an idea. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ അവർക്കൊരു ഐഡിയ കിട്ടി. Do you know what is that? At that night, while Gopal was sleeping, the children came into his house and they took all the materials from Gopal's house, which are the materials needed for making kites: kite paper, kite stick, kite glue. Everything is ready there. They already noticed that. അതൊക്കെ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടാണ് ഈ കുട്ടികൾ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോ അന്ന് രാത്രി ഈ കുട്ടികളെല്ലാവരും കൂടി ഗോപാലിന്റെ വീട്ടിലേക്ക് വന്നു. Then what they did? And they didn't make any noise. With silence, they started making kites. ഇവര് ആ കൈറ്റ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് ഇവരെല്ലാവരും കൂടി വട്ടത്തിലിരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? They are trying to make kites. അവര് കൈറ്റ് ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങി. Then after some times they could make many beautiful kites. കുറച്ച് സമയത്തിന് ശേഷം അവര് ഒരുപാട് ബ്യൂട്ടിഫുൾ കൈറ്റ്സ് ഉണ്ടാക്കി. Then they went to their home. അതിനുശേഷം അവർ ആ കൈറ്റ്സ് ഒക്കെ ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചുകൊണ്ട് അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. The next morning, when Gopal woke up, he surprised. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഗോപാൽ രാവിലെ ഉണർന്നു നോക്കിയപ്പോ അത്ഭുതപ്പെട്ടുപോയി. Why he was surprised? Because he saw many beautiful kites are ready there. ഒരുപാട് ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ കൈറ്റ്സ് ആരോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇത് കണ്ടപ്പോ ഗോപാൽ വാസ് സർപ്രൈസ്ഡ് ആൻഡ് ഹി ബിക്കേം വെരി ഹാപ്പി. ഇത് ആരാണ് ഉണ്ടാക്കി വെച്ചതെന്ന് അറിയില്ലെങ്കിലും ഗോപാലിന് വളരെയധികം സന്തോഷമായി. അതേപോലെ തന്നെ വളരെയധികം അത്ഭുതവും തോന്നി. The next morning, someone knocked at the door. He heard the sound of knocking. പിറ്റേ ദിവസം രാവിലെ ആരോ വാതിൽ മുട്ടുന്ന സൗണ്ട് കേട്ടിട്ട് ഗോപാല് പുറത്തു പോയി നോക്കി. He just opened the door. When he saw the children, he became very happy and the children asked him for their kites. ഈ കുട്ടികൾ വന്നിട്ട് എന്താണ് ചോദിച്ചത്? ഇനി ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കൈറ്റ്സ് തരൂ. Today is our kite festival, so we should fly beautiful kites. Will you please give me our kites? നിങ്ങൾ എന്റെ കൈറ്റ്സ് തരുമെന്ന് ചോദിച്ചു. കുട്ടികൾ എന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് പറത്താൻ വേണ്ടി കൈറ്റ്സ് തരൂ. നിങ്ങൾ ഉണ്ടാക്കിയ കൈറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. Then Gopal distributed all that beautiful kites to the children. He and the children were very happy with that kites. This is the story. Now let's read the story. Are you ready? Do you like this story of Kite Maker? Unit 3, The Kite Maker. The kite maker is ill. He can't get out of bed. All his work has
stopped. Tomorrow is the kite festival. Will there be no kites for the festival? Gopal is a kite maker. He makes kites like those. Children love his kites. Gopal is in his shop, but he is not making kites. He is ill in bed. In the shop, there are many things to make a kite. There is a kite paper, there are kite sticks, there is kite glue, but there are no kites. Children come to see Gopal. They bring him fruits. Get well soon. The kite festival is coming. You must make our kites. Gopal can't get out of bed. Days pass. The kite festival will be held tomorrow. Gopal is still ill. He says, so many kites to make. I can't do it. The children are sad. There will be no kites this year, they say. What shall we do? There are even kites on the walls. There are even kites on his bed. What is this? Cries Gopal. Gopal looks at the kites. They are in many shades. They are in many sizes. They are in many colors. They are just like my kites, says Gopal. Who made this? Knock, knock on the door. There are voices outside. Kite maker, kite maker. Gopal opens the door. All the children are there. They are smiling. They put out their hands. Our kites, please, kite master. Kite. There are even kites on the walls. There are even kites on his bed. What is this? Cries Gopal. Gopal looks at the kites. They are in many shades. They are in many sizes. They are in many colors. They are just like my kites, says Gopal. Who made this? Knock, knock on the door. There are voices outside. Kite maker, kite maker. Gopal opens the door. All the children are there. They are smiling. They put out their hands. Our kites, please, kite master. Kite. And now, let's discuss the new words of this chapter. Kite maker. പട്ടമുണ്ടാക്കുന്ന ആളെയാണ് കൈറ്റ് മേക്കർ എന്ന് പറയാം. ഫെസ്റ്റിവൽ ആഘോഷം. ഗ്ലൂ പശ, സ്റ്റിക്ക് വടി, ഫ്രൂട്ട്സ് പഴങ്ങൾ, ടുമാറോ നാളെ, ടുഡേ ഇന്ന്, ഫീൽ അനുഭവപ്പെടുക. വാൾ മതിൽ അല്ലെങ്കിൽ ചുവര്. ഫ്ലോർ നിലം. വോയിസ് ശബ്ദം. ഔട്ട്സൈഡ് പുറത്ത്. സ്മൈൽ പുഞ്ചിരി. These are the important new words of this chapter. All of you copy it into your notebook and write 5 times and by heart these meanings. Now let's wind up our class here and we will meet with the next story in the next class. Till then, all of you take care, study well. Thank you.